ഇപ്പോൾ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ കടയ്ക്ക് തിരഞ്ഞിട്ടും കസ്റ്റമർ പറഞ്ഞു ഒരു മെറ്റീരിയൽ കിട്ടാത്തോട്ട് നേരെ പരാഗിലേക്ക് വെച്ച് പിടിച്ചു. ഡബിൾ ഷെയ്ഡുള്ള ഒരു മെറ്റീരിയലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരാഗിലെത്തി മെറ്റീരിയലൊക്കെ കണ്ടുപിടിച്ചു. എന്നാൽ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കടകളെ അപേക്ഷിച്ച് ഇവിടെ വില കുറച്ചധികം തന്നെ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവിടെയുള്ള കളക്ഷൻസിന് ഒരു രക്ഷയില്ല. എല്ലാത്തരം കളറും മെറ്റീരിയൽസും വർക്കുള്ളതും എല്ലാം നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടെ കയറിയാൽ ഏതെടുക്കട്ടെന്നായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ. പക്ഷേ വില സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഒരു സോഡ നാരങ്ങകളും കുടിക്കാമെന്ന് കരുതി ഒരു ചെറിയ കടയിൽ കയറി. അപ്പം അവിടുത്തെ മാവ അടിപൊളിയായിട്ട് നമുക്ക് സോഡ നാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കുടിച്ചോടെ നിന്നപ്പോഴാണ് ഒരു കാഴ്ച എൻ്റെ കണ്ണിൽപ്പെട്ടത്. കുറച്ച് പഴത്തൊലി അവിടെ ഒരു ഡപ്പിലിട്ട് വെച്ചേക്കുന്നു. അപ്പോൾ ഞാൻ മാമ അടുത്ത് വെച്ച് മാമ പഴത്തൊലി തരുമോ ആട്ടിന് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ആ മാമ നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞൊക്കെ പഴത്തൊലി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചതാ വരുന്ന വഴി നമ്മൾ ഗ്രൗണ്ട് എത്തിയപ്പോൾ കുറച്ച് കുട്ടികൾ, ഇവിടുത്തെ കുട്ടികൾ തന്നെ പട്ടം വെറുതെ കളിക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ കളിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അങ്ങനെ മിസ്സിരി അവിടെ ഉണ്ടായിരുന്നു. മിസ്സിരിയായും വിളിച്ചിട്ട് തിരിച്ച് നിലമേലേക്ക് പോകുന്ന വഴി ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ റെജീനയിൽ കയറി. അപ്പോഴതാ ഇവിടെ കറണ്ട് പോയി. ആ സമയം ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിയപ്പോൾ ആളൊക്കെ കൂടുന്നതാണ്.